നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ഡ്രൈവർ യദു കൃഷ്ണനും നടുറോഡിലുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നിർണായകമായൊരു നീക്കം പോലീസ് നടത്തിയിരിക്കുകയാണ്. അതായത് യദു ബസ് ഡ്രൈവിംഗിനിടെ ബസ്സിനുള്ളിലിരുന്ന് കൈകൊണ്ട് അശ്ലീലാംഗ്യം കാട്ടിയെന്ന കേസിൽ യദുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമില്ല എന്ന് പോലീസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ വിവരം പോലീസ് ജില്ലാ കോടതിയാണ് അറിയിച്ചത്. മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ യദുവിനെതിരെ കേസില്ല എന്നും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് മുൻകൂർ ജാമ്യ ഹർജി തലസ്ഥാന പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി PV ബാലകൃഷ്ണൻ തീർപ്പാക്കിയിരിക്കുകയാണ്. യദു സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നടപടികൾ അവസാനിപ്പിച്ചു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. മേയർക്കെതിരെ പ്രതികരിച്ചു എന്ന കാരണത്താൽ CPM സഹായത്തോടെ മലയൻകീഴ് പോലീസ് തനിക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് താൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതെന്നുമായിരുന്നു യദു ഹർജിയിൽ പറഞ്ഞത്. അതേസമയം യദുവിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് മുൻപാകെ രഹസ്യമൊഴി നൽകിയിരുന്നു. മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യമൊഴി എടുത്തത്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെയായിരുന്നു. കന്റോൺമെന്റ് പോലീസ് ക്രിമിനൽ നടപടിക്രമത്തിലെ വകുപ്പ് 164 പ്രകാരം സാക്ഷിയെന്ന് അവകാശപ്പെടുന്ന ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴിയെടുക്കാൻ അപേക്ഷ നൽകിയത്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്തണമെന്നായിരുന്നു പോലീസ് ഉന്നയിച്ച ആവശ്യം. ഡ്രൈവർക്കെതിരായ ലൈംഗിക ആക്ഷേപ കേസിലായിരുന്നു രഹസ്യമൊഴി എടുത്തത്. കോടതിയിൽ കന്റോൺമെന്റ് പോലീസായിരുന്നു അപേക്ഷ നൽകിയത്. കാറിൽ സഞ്ചരിച്ച മേയർ ആര്യ രാജേന്ദ്രനെ ഡ്രൈവർ യദു ബസ് ഡ്രൈവിംഗിനിടെ ബസ്സിനുള്ളിലിരുന്ന് കൈകൊണ്ട് അശ്ലീലാംഗ്യം കാട്ടിയെന്ന കേസായിരുന്നു മേയർ യദുവിനെതിരെ നൽകിയത്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതാണ് പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമായത് എന്നായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചത്. KSRTC ഡ്രൈവർ യദു കോടതിയിൽ സമീപിച്ചതിന് പിന്നാലെ മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഡ്രൈവർ യദു ലൈംഗിക അധിക്ഷേപം കാണിച്ചുവെന്ന പരാതിയിൽ അന്വേഷണം വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. അതേസമയം യദു നൽകിയ പരാതിയിൽ പ്രതിയാക്കപ്പെട്ട മേയർക്കും MLAയ്ക്കുമെതിരെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. പ്രധാന തെളിവായ മെമ്മറി കാർഡും ആരെടുത്തു കൊണ്ടുപോയെന്ന് ഇപ്പോഴും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടെയാണ് മേയറുടെ പരാതിയിൽ കുറ്റപത്രം നൽകാനായി ബസ് പരിശോധന നടന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായിരുന്നു ബസ് പരിശോധിച്ചത്. ആ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങളും വളരെ നടുക്കുന്നതായിരുന്നു. 2 മാസമായി വേഗപ്പൂട്ട് ഇളക്കിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ബസ്. GPS പ്രവർത്തിക്കുന്നില്ല എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ പരിശോധനയിലൂടെ നടത്തിയിരുന്നു. മേയർ സഞ്ചരിച്ച വാഹനം അമിത വേഗത്തിൽ ബസ് മറികടന്നോ എന്നറിയാനുള്ള ശാസ്ത്രീയ തെളിവുകളൊന്നും ബസ്സിൽ നിന്നും കിട്ടിയില്ല എന്നതും വസ്തുതയാണ്. പക്ഷേ പരാതിക്കാരിയുടെ മൊഴിയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കുറ്റപത്രം നൽകാനാണ് തീരുമാനം. കന്റോൺമെന്റ് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. മെമ്മറി കാർഡ് കാണാതായ കേസിൽ തമ്പാനൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.